നീ എന്നെ ഇത് പറയണം. എനിക്കല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ അമ്മേനെയും വേണ്ട ചേച്ചീനെയും വേണ്ട. ഓ തുടങ്ങി. അതെന്നാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്തു തരുന്നില്ലേ? ആയിക്കോട്ടെ, ഇനി അതിനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം. എന്നോടാ കളി. അമ്മേ, അല്ല മോളെ, നീ നല്ലോണം ക്ഷീണിച്ചാലോ ഒന്നും കഴിക്കലില്ലായിരുന്നേ. അത് നമുക്ക് തോന്നുന്നതാണ്. എനക്കട പരമസുഖാണ്. മോളെന്താ കഴിച്ചിനാ? നല്ല ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല വിശപ്പുണ്ട്. ബാ. ആ ഇതാ, ഇത് നിമ്മിക്കൊരു ഫോണാപ്പാ. അവളെ ഫോണ് പൊട്ടിയിട്ട് കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പുതിയ ഫോൺ മേടിച്ച. അമ്മ നോക്കി, മൊബൈൽ ഫോൺ പോലും. ആ ഫോണിന്റെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. നിമ്മി, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഫോൺ. ഫോണാ? എത്ര കാലമായി ഞാൻ പൊട്ടിയ ഫോണും കൊണ്ട് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് വാങ്ങാൻ തോന്നിയല്ല. അടിപൊളി ഫോണാന്നിട്ടാ. ആഹാ, നല്ല ഫോണാന്നല്ല മോളെ. ഇത് നീ നോക്കിയേ, ഒരു ഫോൺ വേണം അന്നേ നീ പറഞ്ഞിട്ടില്ലേ? അല്ലമ്മേ, നിങ്ങൾ ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാ? ഞാൻ നോക്ക് മേടിച്ചു കൊടുക്കുന്നതെല്ലാം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മോക്ക് എടുത്തു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ ഓള് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ശരിയാവുമെന്ന് വെച്ചിട്ടാ ഞാൻ ഒന്നിനും ഇതുവരെ എതിർത്ത് പറയാതിരുന്നേ. നീ എന്ന് മുതലാടാ എന്നോട് ഇങ്ങനെയല്ല സംസാരിക്കാൻ തുടങ്ങിയത്? നീ എന്ത് കൈവശാടി അവന് കൊടുത്തത്? നീ വീണ്ടും നിങ്ങൾ ഓളെ മേൽക്കിട്ട് കയറണ്ട. എന്നാ മേടിയ ഒരു പ്രശ്നം? നീ മിണ്ടിപ്പോകരുത്. നീ ഒരു പെണ്ണല്ലേ. എന്നെങ്കിലും ഈ അമ്മക്ക് ഇവളോടുള്ള പെരുമാറ്റം മാറ്റാൻ നീ ശ്രമിച്ചിട്ടുണ്ടാ? അതെങ്ങനെയാ? നിനക്ക് നല്ല സുഖല്ലേ? മതി, നിർത്തിക്കോ. നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. എന്നെങ്കിലും നിങ്ങളുടെ ഈ ദുഷിച്ച മനസ്സ് മാറുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് വീണ്ടും കാണാം. പടി. മരുമക്കളെ ശത്രുക്കളായി കാണുന്ന ഒരുപാട് വീടുകളുണ്ട്. പലതിനും കുറ്റപ്പെടുത്തിയും താരതമ്യപ്പെടുത്തിയും അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ തൻ്റെ മക്കളെ വളർത്തിയതിനേക്കാളും ഒരു പടി മേലെ മറ്റൊരു വീട്ടിൽ ഒരച്ഛൻ്റെ അമ്മയുടെയും രാജകുമാരി ആയിട്ടാണ് അവരും വളർന്നതെന്ന് ആരും ഒരിക്കലും ഓർക്കാറില്ല. കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണിനെ സ്വന്തം മകളെ പോലെ കാണാനും സ്നേഹിക്കാനും പഠിച്ചാൽ ഏറ്റവും മനോഹരമായൊരു ജീവിതം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാം.